എത്ര പേർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്? കർത്താവ് പറഞ്ഞു, ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. കർത്താവിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമത്തെ ഉയർത്തുന്നിടത്തെല്ലാം അവൻ്റെ സാന്നിധ്യമുണ്ട്. രാത്രിയിൽ നിങ്ങളുടെ നടുവിലായിരിക്കാൻ ദൈവം നൽകിയ വലിയ ഭാഗ്യത്തിനായി ഞാൻ നന്ദി പറയുന്നു. കർത്താവ് പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് ഒരു മനപ്പെട്ട് കൂടുന്നിടത്ത് അവരുടെ നടുവിൽ ഞാനുണ്ട്. കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തവനുമാണ്. കർത്താവ് ഒരിക്കലും വാക്ക് മാറത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ക്രിസ്തുവിൽ ഉവ്വ് എന്നും ആമേൻ എന്നുമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഉത്തരവാദിത്തമാണ് കർത്താവിന് എന്തെല്ലാം വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് ദൈവവചനത്തിൽ നോക്കി കണ്ടുപിടിച്ച് അത് പ്രാപിക്കുക എന്നുള്ളത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. കാരണം ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കണ്ട. ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ എൻ്റെ ബലമുള്ള കൈകൊണ്ട് നിന്നെ താങ്ങും. ഹല്ലേലൂയ. പലവിധമായിട്ടുള്ള പ്രയാസങ്ങളും ഭാരങ്ങളൊക്കെ ആയിട്ട് നമ്മളിവിടെ ഇരിക്കുന്നത്. പ്രത്യാശയുടെ പാട്ടൊക്കെ പാടി എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇത് കഴിഞ്ഞ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഈ ഭാരങ്ങളൊക്കെ നമ്മുടെ കൂടെ അങ്ങ് പോരും. എന്നാൽ കർത്താവ് പറഞ്ഞു, നിന്റെ ഭാരം എൻ്റെ മേൽ എന്ന കാരണം ഞാൻ നിനക്ക് വേണ്ടി കരുതുന്നു. ഹല്ലേലൂയ. ഞാൻ നിനക്ക് വേണ്ടി കരുതുന്നു. ഇത്രയും നല്ലവനായ കർത്താവ് നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ എല്ലാ ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടണം. കാരണം കർത്താവ് നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്നു. എനിക്ക് വളരെ ഇഷ്ടമായ ആ പാട്ട് പാടിയത്. ഹല്ലേലൂയ. വിൺമയമായൊരു ശരീരം വിൺരൂപി നൽകുമ്പോൾ എൻ അല്ലലെല്ലാം മാറിടുമേ. ഇന്ന് നമുക്ക് കഷ്ടതയൊക്കെ ഉണ്ട് ഈ ലോകത്തിൽ. കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷെ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് ഈ കഷ്ടങ്ങളിൽ ജയിക്കണമെങ്കിൽ ദൈവവചനം പറയാണ്, ലോകത്തെ ജയിച്ച ജയമോ എന്തുവാ? നിങ്ങളുടെ വിശ്വാസം തന്നെ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസം തന്നെ. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചത്? കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ ഉത്തരം നൽകുന്നു, പ്രതിഫലം നൽകുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലയോ? ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ അവിശ്വാസത്തോടുകൂടിയാണ് കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നത്. മാർത്തയും മറിയയും കുറിച്ച് നമുക്കറിയാം അല്ലേ? മാർത്ത പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു സാഹചര്യത്തിന് മുമ്പിൽ വന്ന് നിന്നപ്പോൾ മാർത്ത പതറിപ്പോകും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ അങ്ങനെയൊക്കെയാണ്. നമ്മൾ പ്രത്യേകിച്ചും വർഷിപ്പൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. എന്നാൽ ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ, ഒരു പ്രയാസത്തിൻ്റെ നടുവിൽ, ഒരു വിഷയത്തിൻ്റെ നടുവിൽ, അവിടെയാണ് നമ്മൾ കർത്താവ് പ്രവർത്തിക്കും. എൻ്റെ കർത്താവിനെ കൈവിടത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനത്തിന് വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ മാറ്റം വരത്തില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മറിയോട് പറഞ്ഞു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അത് അവളിൽ നിന്ന് ആരും എടുത്തുകൊണ്ട് പോകത്തില്ല. അന്ന് രാത്രിയിൽ പലവിധമായിട്ടുള്ള ഭാരങ്ങളാണ് നമ്മളായിരിക്കുന്നത്. ഒരു നിമിഷം നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം. നമ്മുടെ ഹൃദയങ്ങളൊക്കെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാവട്ടെ. എല്ലാവരും കണ്ണുകളെ അടച്ച്. ദൈവത്തിൻ്റെ വചനം അത് 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നതാണ്. പലപ്പോഴും അത് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തത് നമ്മളുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന പലവിധമായിട്ടുള്ള ജഡത്തിൻ്റെ സ്വഭാവങ്ങളാണ്, അല്ലെങ്കിൽ ഭാരങ്ങളാണ്, ഉത്കണ്ഠകളാണ്. 30-60 മേനി വിളഞ്ഞ പലതും ഇന്ന് ദൈവവചനത്തിൻ്റെ കേൾവിയിൽ 100 മേനിയിലേക്ക് കയറി വരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ഓരോ വചനവും നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്ത് ദൈവവചനത്തിൻ്റെ ജീവൻ നമ്മളിൽ നിറഞ്ഞ് ഓരോ ദിവസവും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാനാണ് ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പ് കണ്ടത്.
സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളോട് കൂടെയുണ്ടല്ലോ. ഞാൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാകിയ നിന്റെ സകല ആകുലങ്ങളും ഭാരങ്ങളും നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ എല്ലാം എൻ്റെ മേൽ ഇട്ടുകൊള്ളുമെന്നൊരു ചെയ്ത കർത്താവേ, ഈ ശബ്ദങ്ങളിൽ നിന്ന് എല്ലാവരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാ ഭാരങ്ങളും മാറട്ടെ, ആകുലങ്ങൾ മാറട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ക്രിസ്തുയേശുവിൽ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കുമെന്നരുൾ ചെയ്ത കർത്താവേ, അങ്ങ് സമാധാനത്തിൻ്റെ പ്രഭുവാണല്ലോ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണല്ലോ. എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇന്ന് കർത്താവെ, ഓരോ മക്കളുടെ ആവശ്യങ്ങൾ അങ്ങ് അറിയുന്നു, വേദനകൾ അറിയുന്നു, നിരാശകൾ അറിയുന്നു. കർത്താവെ, എല്ലാവരുടെയും ഹൃദയത്തെ നല്ല നിലം കണക്കൊരുക്കണം. കർത്താവെ, കേൾക്കുന്ന ഓരോ വചനങ്ങളും 100 മേനി ഫലം പ്രകടിപ്പിക്കുവാൻ, യഥാസ്ഥാനപ്പെടുവാൻ, മനസ്സ് പുതുക്കുവാൻ, പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമായി തീരുവാൻ, സമയങ്ങളെയും കാലങ്ങളെയും വിവേചിപ്പാൻ, കർത്താവ് ഞങ്ങളുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലയളവ് ഞങ്ങൾ ജീവിക്കുമ്പോൾ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായവരെ ചേർപ്പാനാണ് കർത്താവ് വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനുള്ള വലിയൊരു ആഗ്രഹം എല്ലാവരുടെ ഉള്ളത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് കർത്താവെ, അങ്ങ് ദീർഘക്ഷമ കാട്ടിയത് കൊണ്ടാണല്ലോ ഇന്ന് രാത്രി ഞങ്ങളോട് ആയിരിക്കുന്നത്. കർത്താവെ, എന്നാൽ നിലച്ചിരിക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഉണർന്നും ഒരുങ്ങി വരികണം. എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവസാന്നിധ്യത്തിന് മറഞ്ഞ് ഞങ്ങൾ എല്ലാവരെയും മറയ്ക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം. സ്വർഗീയ പിതാവേ, നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ കാലഘട്ടം പലയിടങ്ങളിലും ഭയങ്കരമായിട്ട് ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഉണർവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുകയും അതിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുകയും എൻ്റെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു, അങ്ങനെയെങ്കിൽ ആ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമായി തീരുവാൻ എന്താണ് കർത്താവെ എൻ്റെ ഉള്ളിലുള്ള കുറവ് എന്ന് മനസ്സിലാക്കി അതിനൊത്തവണ്ണം ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഉണർവ്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ല. ഇളക്കപ്പെരുപ്പമല്ല ഉണർവ് എന്ന് പറയുന്നത്. ഉണർവ് എന്ന് പറയുന്നത് ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഹല്ലേലൂയ. പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമായി തീരണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമുണ്ടാകുക. കർത്താവിന്റെ വരവിൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെടുന്ന ആ ചെറിയ ശേഷിപ്പിലായിരിക്കുക എന്നുള്ളതാണ്. കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, രാജാവ് തന്റെ രാജ്യം നിങ്ങൾക്ക് നൽകാൻ പ്രസാദിച്ചിരിക്കുന്നു. ചെറിയൊരു ശേഷിപ്പ്, ചെറിയൊരു കൂട്ടം, ആ ഒരു കൂട്ടത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കുറച്ച് സമയം നമുക്ക് ചിന്തിക്കുവാനായിട്ട് വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം എല്ലാവർക്കും അറിയുന്നതാണ്, വായിക്കുന്നതാണ്. 7 സഭകൾക്കുള്ള ദൂതാണ്. 7 സഭകളിൽ നല്ല സഭകളുണ്ട്, ഒന്ന് നല്ലത് പറയുവാനില്ലാത്ത സഭകളുണ്ട്. കുറച്ച് കാര്യങ്ങൾ നല്ലത് ചെയ്തിട്ട് എവിടേക്കാണ് നിനക്ക് കുറവുകളുള്ളത് എന്ന് നീ നോക്കി നീ യഥാസ്ഥാനപ്പെടണം, മനസ്സ് പുതുക്കണം, പാപവഴികളെ വിട്ടുതിരിയണം. എവിടേക്കാണ് നീ ക്രമപ്പെടുവാനുള്ളത് എന്ന് നോക്കി ശരിയാകണം എന്നൊക്കെ സഭകൾക്ക് ദൂത് എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിച്ചിരിക്കണേ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ദൈവവചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകാനും സമൃദ്ധിയായി ജീവൻ നൽകാനാണ് വന്നത്. ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ ആ വ്യക്തിയിൽ ദൈവത്തിന്റെ ജീവൻ നിറയുന്നുണ്ട്. പക്ഷെ ആ ജീവൻ സമൃദ്ധിയായ ജീവനിലേക്ക് വളരുന്നില്ല എങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമുക്ക് ജീവൻ തന്നു, സമൃദ്ധിയായ ജീവനിലേക്ക് ഞങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനാണ് ഞാൻ വന്നത്. അപ്പോൾ ദൈവവചനത്തിന്റെ പ്രത്യേകത അത് നമുക്ക് ജീവൻ നൽകും മാത്രമല്ല, നമ്മൾക്ക് ചൈതന്യവും നൽകും. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഒരു വ്യക്തിയെ
അവൻ്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന ഇരുട്ടുകളെ നീക്കിക്കളഞ്ഞ് ഒരു വ്യക്തിയെ തേജസ്സിലേക്ക് കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ജീവനും ചൈതന്യമുള്ളതും അവിടെ അങ്ങ് നിർത്തുകയല്ല, ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ് ദൈവത്തിൻ്റെ വചനം. നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളുടെ എല്ലാം നഗ്നവും മലർന്നവുമാണെന്ന് ദൈവം പറയുന്നത്. ദൂരെ നമ്മളുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ അറിയുന്നൊരു ദൈവം, അവൻ്റെ കണ്ണിന് മുമ്പ് എല്ലാം നഗ്നവും മലർന്നവുമാണ്. ഞാൻ ആരാണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് എൻ്റെ കർത്താവിനാണ്. മനസ്സിലാവുന്നുണ്ടോ? അവൻ്റെ കണ്ണിന് മുമ്പിൽ സകലവും നഗ്നവും മലർന്നുമാണെന്നൊക്കെ പറയുമ്പോൾ അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ ഉൾപ്പൂവുകളെ ശോധന ചെയ്യുന്നു. അവൻ ദൂരെ നമ്മളെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ അറിയുന്നു, നമ്മളെ ചിന്തകളെ അറിയുന്നു. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ചരിക്കുന്നത്, നമ്മൾ നടക്കുന്നത്. അവനറിയാം നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് ദൈവം നമ്മളെ എടുക്കുന്നതെങ്കിൽ, ആ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നമ്മൾ ഒരുങ്ങുക എന്നുള്ളത് ഒരു ദൈവ പൈതലിൻ്റെ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ലേവ്യ പുസ്തകം 11:44 എന്താ പറയുന്നത്? ഞാനിവിടെ മുമ്പ് വന്നപ്പോൾ എല്ലാം പറഞ്ഞിട്ടുള്ള എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാക്യമാണ്. എന്താ പറയുന്നത്? ലേവ്യ പുസ്തകം 11:44. അത് പത്രോസും എടുത്ത് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ തന്നെ വിശുദ്ധീകരിച്ചു വിശുദ്ധന്മാരായി. ഞാൻ വിശുദ്ധനാണ്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. ഞാൻ വിശുദ്ധനായതുകൊണ്ട് നിങ്ങൾ വിശുദ്ധരാകുന്നില്ല, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണല്ലോ പാസ്റ്ററെ. തീർച്ചയായിട്ടും പുതിയ സൃഷ്ടി തന്നെയാണ്, ഒരു വ്യത്യാസവും. ഹല്ലേലൂയ. അവൻ നമ്മുടെ എല്ലാ പാപത്തിന്റെ കറകളും കഴുകിക്കളഞ്ഞു. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. എല്ലാ പാപകറകളെയും കഴുകിക്കളഞ്ഞ് നമ്മളെ വീണ്ടും ജനിപ്പിച്ച് നമ്മളെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി നമ്മൾ ഈ ഭൂമിയിൽ ഓരോ ദിവസവും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ അനുസരണത്തിൽ കൂടി നമ്മളെ നടത്തുന്ന കാലയളവിൽ ഒരു വ്യക്തിയിൽ ഉണ്ടായി വരുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഇനിയും വിശുദ്ധി വേണം, എനിക്ക് ഇനിയും പുത്രനെ പോലെ ആവണം, എനിക്ക് കർത്താവേ എൻ്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന എല്ലാ കുറവുകളെയും നീ നീക്കിക്കളയണം. ആ ഒരു ആഗ്രഹത്തിൽ അവിടെ പറയുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിപ്പിൻ. അവിടെ അങ്ങ് നിർത്തുന്നില്ല. വിശുദ്ധി കൂടാതെ ആരും കാണത്തില്ല. ഹല്ലേലൂയ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ എടുക്കപ്പെടാൻ പറ്റത്തില്ല. ഈ ഒരു ബോധ്യം ആദ്യം നമ്മുടെ ഉള്ളിൽ കയറണം. എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ബോധ്യമുണ്ട്. ഞാൻ പണ്ട് വന്നതിനെക്കാട്ടിലൊക്കെ ഒത്തിരി മാറ്റം നിങ്ങളുടെ മുഖത്ത് എനിക്ക് കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. കാരണം ദൈവവചനം പറയുന്നുണ്ട്, വിശുദ്ധിക്കായി കാംക്ഷിക്കുന്നവനെ, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാനതിൽ ആക്കും. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ തരുന്നത്. ഇതെല്ലാം ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ ആഗ്രഹം മനസ്സിലാക്കി ദൈവം പകരുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ് തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും, അത് ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഹല്ലേലൂയ. ആ ദൈവമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ആ ദൈവത്തിന്റെ സന്നിധി ഇത് നിങ്ങളുടെ ഉള്ളിലൊന്ന് കയറണം. എന്നിരുന്നാലേ നമുക്ക് ഈ പറയുന്ന വെളിപ്പാട് പുസ്തകത്തിലേക്കൊക്കെ പോയി കേട്ടാൽ മനസ്സിലാവത്തുള്ളൂ. നമ്മൾ പാട്ടുപാടിയൊക്കെ പറഞ്ഞു അല്ലേ, ഒരു വിണ്മയമായ ഒരു ശരീരം കർത്താവ് നമുക്ക് നൽകും. കണ്ണിമയ്ക്കുന്നതിനിടയിൽ നമ്മൾ രൂപാന്തരപ്പെടും. കർത്താവിന്റെ പറയുമെങ്കിൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നമ്മൾ രൂപാന്തരം. പക്ഷേ ആ രൂപാന്തരം നടക്കണമെങ്കിൽ ഇന്ന് നാം എന്ത് ചെയ്യണം? ദൈവവചനത്തിന്റെ അനുസരണത്തിൽ കൂടി വിശുദ്ധിയെ തികയ്ക്കണം. പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകണം. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകണം. ക്രിസ്തു എന്ന തലയോളം വളരണം. തികഞ്ഞ പുരുഷത്വത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണതയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വളർത്തിക്കൊണ്ടുവരുവാൻ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആഗ്രഹമാണ് ഉണർവ് എന്ന് പറയുന്നത്. നിങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉണർവല്ല ഉണർവ് എന്ന് പറയുന്നത്. അതൊക്കെ തീരോടുകൂടി അങ്ങ് തീർന്നങ്ങ് പോവും. ഹല്ലേലൂയ. ഇത് എവിടെയായിരുന്നാലും എന്നെ കാണുന്നൊരു കർത്താവുണ്ട്. യോസഫ് എന്താ പറഞ്ഞത് അല്ലെ? പോത്തിഫറിന്റെ വീട്ടിൽ വെച്ച് പാപം ചെയ്യുവാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ പോത്തിഫറിന്റെ അവിടെ യോസഫ് എന്താ പറഞ്ഞത്? എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതാണ് ദൈവഭയം എന്ന് പറയുന്നത്. എന്നെ കാണുന്നൊരു കർത്താവുണ്ട്.
ആ കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം പ്രിയമുള്ളവരെ. ആരെയും കാണിക്കാനോ ആരെയും പ്രസാദിപ്പിക്കുവാനോ ഒന്നുമല്ല. ഹല്ലേലൂയ. നമ്മളുടെ എന്തെങ്കിലും കാര്യപരിപാടികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനോ നമുക്ക് പറ്റത്തില്ല. കാരണം അങ്ങനെ ചെയ്തവരൊക്കെ കർത്താവിന് മുമ്പിൽ വന്നപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ അറിയത്തില്ല, ഞാൻ നിങ്ങളെ അറിയത്തില്ല. അങ്ങനെ പറഞ്ഞു നിർത്തിയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോവും, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന അഗ്നിനരകത്തിലേക്കാണ് വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇളക്കപ്പെരുപ്പമൊന്നുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിലേക്കാണ് ദൈവം നമ്മളെ നടത്തുന്നത്. നമ്മൾ വിശ്വസിച്ചതിനേക്കാൾ രക്ഷ നമ്മളോട് അടുത്തിരിക്കുന്നു. ഇതാ ന്യായാധിപതി വാതിൽക്കലെത്തിയിരിക്കുന്നു. നമുക്ക് പലപ്പോഴും മനസ്സിലാവുന്നില്ല. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. കർത്താവിൻ്റെ വരവെങ്കിൽ ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകരുത്. കാരണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിക്ക് നഷ്ടമാകുന്നത് എന്താണെന്ന് അവൻ ഒരു നിത്യത മുഴുവൻ ഇരുന്ന് ചിന്തിച്ചാലും പിടികിട്ടത്തില്ല. കാരണം മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത് മനസ്സിലായാൽ അവിടെ നിലമ്പാട് വീഴും. പിന്നെ നമ്മളൊന്നും ചോദിക്കത്തില്ല കർത്താവിനോട്. കർത്താവ് പറഞ്ഞല്ലോ, അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. ഇന്ന് പല കഷ്ടങ്ങളൊക്കെ ഉണ്ട്, പ്രയാസങ്ങളുണ്ട്, നിരാശയുണ്ട്, ദുഃഖമുണ്ട്, ഇല്ലായ്മയുണ്ട്, ഞെരുക്കമുണ്ട്. പാടിയതുപോലെ ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, അനവധിയായ നിത്യ തേജസ്സിന്റെ ഘനം ഓർക്കുമ്പോൾ സാരമില്ലെന്ന്. അപ്പൊ തേജസ് എന്താണെന്ന് മനസ്സിലാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഏത് സാഹചര്യത്തിന്റെ നടുവിൽ കൂടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. സങ്കീർത്തനം 50-ാമത്തെ സങ്കീർത്തനം എല്ലാവർക്കും ഇഷ്ടമാണ്. അവസാനത്തെ വാക്യം, സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അല്ല, ഇഷ്ടമല്ലേ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു കാര്യം പറയുന്നത് എന്താ അറിയോ? അവിടെ അങ്ങ് നിർത്തിയില്ല. എന്താ പറഞ്ഞേ? വായിച്ചോക്കിയേ. നടപ്പിനെ ക്രമപ്പെടുത്താത്ത സ്തോത്രം കൊണ്ടൊരു കാര്യമില്ല. മനസ്സിലായില്ല? ഹല്ലേലൂയ. എന്ത് പറഞ്ഞാൽ അർത്ഥം എന്നറിയാമോ? നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളിൽ, എൻ്റെ കർത്താവേ നീ എന്നെ അറിയുന്നു, നീ മതിയായവനാണ്, സ്തോത്രം. അതൊരു യാഗമാ. ഹല്ലേലൂയ. മാത്രമല്ല, ആ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്നു, മനസ്സ് പുതുക്കുന്നു, പാപങ്ങളിൽ വിട്ടുതിരിയുവാൻ നമ്മളെ സഹായിക്കുന്നു, നടപ്പിനെ ക്രമപ്പെടുത്തുകയാണ്. കേട്ടോ, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. ഹല്ലേലൂയ. നടപ്പിനെ ക്രമപ്പെടുത്തണം. നമ്മൾ ഇതുവരെ നടന്ന അതേ വഴിയിൽ തന്നെയാണ് ഇന്ന് നടക്കുന്നതെങ്കിൽ ദൈവത്തിന് പ്രസാദമില്ല. ഹല്ലേലൂയ. നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തണം. ഓരോ ദിവസവും നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തി. ഹല്ലേലൂയ. ആരാധന എന്ന് പറയുന്നത് എന്തുവാ? ഇപ്പൊ നമ്മൾ പാട്ടുപാടി ആരാധിച്ചല്ല ആരാധന. അത് ഡ്രം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, നന്നായിട്ട് ഋതം അടിക്കുന്നു, മോള് ഋതമൊക്കെ കൊട്ടുന്നത് കണ്ട് ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പാടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇവിടുന്ന് അങ്ങ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, റോമാലേഖനം 12:1, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി എന്ത് ചെയ്യണം? സമർപ്പിക്കണം. അവിടെ നിർത്തുന്നില്ല. ഈ ലോകത്തോട് നിങ്ങൾ എന്ത് ചെയ്യരുത്? അനുരൂപമാകരുത്. പിന്നെ എന്ത് ചെയ്യണം? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കണം. ഹല്ലേലൂയ. മനസ്സ് പുതുക്കണം. അപ്പോഴാണ് നല്ലൊരു ഭാര്യയാകുന്നത്, അപ്പോഴാണ് നല്ലൊരു ഭർത്താവാകുന്നത്, അപ്പോഴാണ് നല്ല മക്കളാകുന്നത്. അങ്ങനെയുള്ളവർ കൂടി വരുമ്പോഴാണ് ആ സഭ എന്തായിത്തീരുന്നത്? തേജസ് നിറയുന്ന ഒരു ആലയമായി തീരുന്നത്. ക്രിസ്തുവാകുന്ന തലയോട് ചേർന്നിരിക്കുന്ന ശരീരത്തിൻ്റെ അവയവമാണ് സഭ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ ഭവനത്തിലും ജോലിസ്ഥലത്തും പഠിക്കുന്നിടങ്ങളിലും എല്ലായിടത്തും ക്രിസ്തുവിന്റെ സൗരഭ്യം വെളിപ്പെടുന്നവരായിരിക്കും. അവർ ക്രിസ്തുവിനെ ധരിച്ചവരായിരിക്കും. എന്നെ കാണുന്നവർ യേശുവിനെ കാണുന്ന ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഒരിക്കലും നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുവാൻ ഇടവരരുത്. നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ വചനം പറയാണ്, നാം നിമിത്തം ദൈവത്തിന്റെ നാമം എന്ത് ചെയ്യരുത്? ദുഷിക്കപ്പെടരുത്. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ നാമം വിശുദ്ധമാണ്, അവൻ പരിശുദ്ധനാണ്, അവൻ തേജസ്സുള്ളവനാണ്.
കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ സകലത്തിലും നമുക്ക് മാതൃക കാണിച്ചെന്ന് പോയി. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളുടെ നടുവിലും അവിടെ യേശു കർത്താവ് എങ്ങനെയാണ് നമുക്ക് ആ സാഹചര്യത്തെ ജയിച്ചത് എന്ന് ആ പുത്രനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ദൈവവചനം പറയുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കാന്നല്ല പറഞ്ഞ്, ശ്രദ്ധിച്ചു നോക്കണം. ഹല്ലേലൂയ. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? 1 കൊരിന്ത്യർ ലേഖനം അവിടെ പറയുന്നുണ്ട് 11 അധ്യായത്തിൽ, അല്ലേ? 2 കൊരിന്ത്യർ 11 അവിടെ പറയുന്നുണ്ട്, മറ്റൊരു യേശുവും മറ്റൊരു സുവിശേഷവും മറ്റൊരു ആത്മാവും നിറഞ്ഞിരിക്കുന്ന കാലയളവാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. ഹല്ലേലൂയ. ആ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. കർത്താവേ, നിന്നെ എനിക്ക് പിൻപറ്റണം, നീ നടന്ന മാതൃകയിൽ നടക്കണം, നിന്നെ വെളിപ്പെടുന്ന ഒരു ജീവിതം ജീവിക്കണം. അതാണ് ഒരു ദൈവഭക്തന്റെ ആഗ്രഹം. ആമേൻ. ഹല്ലേലൂയ. ആ ആഗ്രഹമുള്ള ആത്മാക്കളെ ദൈവം എന്ത് ചെയ്യും? ദൈവം എന്ത് ചെയ്യും? തൃപ്തിപ്പെടുത്തും. ഹല്ലേലൂയ. അവൻ വാരി വിതറി കൊടുക്കുന്നു, അല്ലേ? വാരി വിതറി കൊടുക്കുന്നു പറയുമ്പോൾ കാശുകാരന്റെ കാര്യമല്ലേ പറയുന്നത്? ഹല്ലേലൂയ. അവന്റെ നീതിയും അവന്റെ വിശുദ്ധിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവും ദൈവശക്തിയും ജീവനും അതിനോട് കൂടെ നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, ഇതോടുകൂടെ സകലം. ഞാൻ വചനം മാത്രമേ പറയുന്നുള്ളൂ. ഹല്ലേലൂയ. അത് ഏറ്റെടുത്താൽ നിങ്ങൾക്ക് ജീവനാണ്. എന്തെങ്കിലും കഥകൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ ഒരു വ്യക്തിയെ വിടുവിക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ നമ്മളെ വിശുദ്ധീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന കുറവുകളെ വെളിപ്പെടുത്തി തരാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അത് ചുറ്റികയാണ്, ഇടിച്ചു പൊട്ടിക്കും നമ്മളെ. പാറയെ തകർക്കുന്ന ചുറ്റികയാണ് ദൈവത്തിന്റെ വചനം. അത് തീയാണ്, നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന എല്ലാ മലിനതകളെയും കത്തിച്ചു കളയും. ഹല്ലേലൂയ. അത് തേനാണ്, തേൻകട്ടയേക്കാളും മാധുര്യമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ആ പൂർണ്ണതയിലേക്ക് നടത്തുവാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം ദൈവവചനത്തിലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 7 സഭകൾക്കുള്ള ദൂതുകളുണ്ട്. അതിൽ ഒരു കുറവും പറയാനില്ലാത്ത സഭകളുണ്ട്. പക്ഷേ ആ സഭകളുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? അവർ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നത്. അതുകൊണ്ട് അവരെ കുറിച്ചൊരു കുറവും പറയാനില്ല. എന്നാൽ സർദീസിലെ ഒരു സഭയെക്കുറിച്ച് ഇവിടെ പറയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം ആരെങ്കിലും. ആത്മാവ് പറയുന്നത് സഭകളോടാണെങ്കിലും അവിടെ പറയാണ് ചെവിയുള്ള സഭ കേൾക്കട്ടെ എന്നല്ല പറഞ്ഞത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. പറയുന്നത് സഭയോടാണെങ്കിലും വ്യക്തിപരമായിട്ടാണ് നമ്മൾ കേൾക്കേണ്ടത്. വ്യക്തിപരമായിട്ട്. കാരണം ഈ രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ, അല്ലെ, ദൈവവചനത്തിൽ പറയുന്നുണ്ടല്ലോ, അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങൾ നല്ലതാകിലും തീയതാകിലും എല്ലാവരും കൂടി വന്നിരിക്കും എന്നാണ് പറഞ്ഞേ. എന്ന് പറഞ്ഞത് ഓരോരുത്തൻ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിൽക്കണം. എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ. അപ്പോ വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ ദൈവവചനമായി തീരാനുള്ള ഒരു ആഗ്രഹം ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകണം. കാരണം ഈ വചനം എന്ന് പറയുന്നത് ആരുടെയോ അല്ല, ദൈവത്തിൻ്റെതാണ്. ഞാനിങ്ങനെ ഓരോന്ന് പറയുമ്പോഴും പല വചനങ്ങൾ ഇങ്ങനെ കയറി വരിക. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, 1 തെസ്സലോനിക്ക 2:10. അവിടെ എന്ത് പറയുന്നു ഒന്ന് വായിച്ചേ. 1 തെസ്സലോനിക്ക 2:10 വായിച്ചേ. 13 ശ്രദ്ധിച്ചോ നിങ്ങളെ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. എങ്ങനെ? മനുഷ്യന്റെ വചനമായിട്ടല്ല. ഹല്ലേലൂയ. ഇവിടെ സാജൻ എന്ന വ്യക്തിക്കോ ഡെനിൽ പാസ്റ്ററോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ ഒരു പ്രാധാന്യമില്ല. ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനമാണ്. ഇത് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനമാണ്. ഇതിനോട് കൂട്ടാനോ കുറയ്ക്കുവാനോ ദൈവം നമുക്ക് ആർക്കും അധികാരം തന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ പറയാണ്, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. മാത്രമല്ല, ഈ ദൈവവചനത്തെ കൈക്കൊണ്ട വ്യക്തികളിൽ എന്താ സംഭവിക്കുന്നത്? വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ദൈവവചനം ഒരു വ്യക്തി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ വചനം ഇങ്ങനെ ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ കേട്ട വചനങ്ങളാൽ നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകും. കണ്ടോ, ഈ വചനം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കും.
നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പിന്ന് പറഞ്ഞ് വചനം കേൾക്കുമ്പോൾ തന്നെ എവിടെയാ കുറവുകളുള്ളത് കർത്താവേ, എവിടെയാ യഥാസ്ഥാനപ്പെടേണ്ടത്? ഹല്ലേലൂയ. നമ്മൾ ഇത് കേൾക്കുമ്പോൾ അയ്യോ ആ വ്യക്തി കേട്ടെങ്കിൽ നന്നായിരുന്നു, ഈ വ്യക്തി കേട്ടെങ്കിൽ നന്നായിരുന്നു നല്ല ചിന്തിക്കേണ്ടത് നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി മാത്രമായിട്ട് ദൈവം കേൾപ്പിക്കുന്നതാണ്. കർത്താവേ ഹല്ലേലൂയ, ഞാനൊരു ഭർത്താവാണെങ്കിൽ ഒരു നല്ലൊരു ഭർത്താവിന് വേണ്ടുന്ന ഒരു ക്വാളിറ്റിയിലേക്ക് എന്നെ നടത്തണം. ഒരു നല്ലൊരു ഭാര്യയായിട്ട് അതല്ലേ പ്രാർത്ഥിക്കേണ്ടത്? അല്ലേ? അതല്ലേ പ്രാർത്ഥിക്കേണ്ടേ? ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കണം. മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾ എന്ത് ചെയ്യണം? മേശയ്ക്ക് ചുറ്റിലും ഒലിവ്. അപ്പോ അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, എന്നെ ആക്കിയിരിക്കുന്ന, എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടെ ചെയ്യുന്നൊരു വ്യക്തി ജീവിതത്തിലേക്ക് എന്നെ നടത്തണം. കഴിഞ്ഞ നാളുകളിൽ പാളിച്ചകൾ വന്നിട്ടുണ്ട്, തെറ്റുകൾ വന്നിട്ടുണ്ട്, കുറവുകളുണ്ടല്ലേ? അത് തിരുത്തി കർത്താവേ യഥാസ്ഥാനപ്പെടുവാൻ, എൻ്റെ ഭവനം ഒരു സ്വർഗീയ ഭവനമായി തീരുവാൻ സഹായിക്കണം. ഇതെല്ലാം അവനെന്ത് പ്രാർത്ഥിക്കാനാ? ഇത് നടക്കാതെ വേറൊന്നും നടന്നൊരു കാര്യമില്ല. അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ അപ്പപ്പോൾ തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. കർത്താവ് കരുണ തരാൻ നോക്കിയിരിക്കുകയാണ് നമ്മൾ. ദൈവം അത്രമാത്രം സ്നേഹിക്കും. നമ്മളെല്ലാവരും തേജസ്സിന്റെ പുത്രന്മാരായി സ്വർഗത്തിലും ഭൂമിയിലും വസിക്കുന്ന തേജസ്സിന്റെ മക്കളായി നമ്മൾ തീരണമെന്ന് ആഗ്രഹിച്ച് കർത്താവ് ധാരാളമായിട്ടുള്ള കൃപ നമ്മുടെ മേൽ പകരുകയാണ്. അപ്പോൾ അത് നമ്മളെ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ഒരുക്കിയെടുക്കണം. അതിന് തടസ്സം എന്താണെന്നാണ് ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില മേഖലകളിൽ നമ്മൾ അതിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കണം. വേണ്ടേ? എവിടെയാണ് വീണ് കിടക്കുന്നത് വെച്ചാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഉണരണം. അവിടെയാണ് പറയുന്നത് ഉണർന്നു കൊള്ളുക. ഈ വാക്കാണ് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. ഉണർന്നു കൊള്ളുക. ഹല്ലേലൂയ. ഉണർന്നു കൊള്ളുക. നമ്മൾ ഈ വേറെ രാജ്യത്തേക്കൊക്കെ പോകാനുള്ളപ്പോൾ മിക്കപ്പോഴും ഫ്ലൈറ്റൊക്കെ മിഡ് നൈറ്റ് ആയിരിക്കും അല്ലേ? 1 മണിക്ക് 2 മണിക്കൊക്കെ ആയിരിക്കും. പക്ഷെ ആരും എന്ത് ചെയ്യത്തില്ല? ഉറങ്ങാറില്ല. കുറേ സമയത്ത് എന്തെങ്കിലും വർത്താനൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും എന്ത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ? ഉറക്കമൊക്കെ ഒളിച്ച് പിന്നെ ഫ്ലൈറ്റിലൊക്കെ കയറി കഴിഞ്ഞിട്ടാ ബോർഡിംഗ് പാസ് കിട്ടിയ അപ്പം തന്നെ വിളിക്കും, അച്ഛാ അമ്മ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി, എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്, മയങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ അതുവരെ ഭയങ്കരമായിട്ടുള്ള തിടുക്കമാണ്, ഒരുക്കമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഉണരാനുള്ള സമയമാണ്. ഹല്ലേലൂയ. കാരണം കർത്താവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലാവണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവിന് ഞാൻ പറയുന്നത്, കർത്താവ് ഇന്ന് വരട്ടെ, നാളെ വരട്ടെ. പലർക്കും ഇഷ്ടമല്ല കർത്താവ് ഇപ്പോൾ വരുമെന്നൊന്ന് പറയുന്നത്. ഇന്ന് വന്നാൽ നമ്മൾ പോയില്ല എങ്കിൽ നാളെയും പോകത്തില്ല. പോവോ? ഇന്ന് കർത്താവ് വന്നാൽ പോവുമെന്ന് ഉറപ്പില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ നാളെ വന്നാൽ എങ്ങനെ പോകുന്നേ? നാളെ നമുക്ക് അനുഭവിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് എന്ന് പറയുന്ന ദിവസത്തോളം നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങണം. ഹല്ലേലൂയ. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ടാണ്. അതാണ് ഉണർവെന്ന് പറയുന്നത്. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ഹല്ലേലൂയ. ഒരുക്കമുള്ളവരാണ്. കാര്യങ്ങളൊക്കെ കൃത്യതയോടുകൂടെ ചെയ്തു തീർക്കണം. എവിടെയാണ് പ്രശ്നമുള്ളത് അത് ക്ലിയർ ആക്കണം. കർത്താവിന്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകുന്ന അനേകരുണ്ടാകും. എന്നാൽ അതിലൊരിക്കലും പെട്ടുപോകാൻ ഇടവരരുത്. കർത്താവെ, നിന്റെ വരവെങ്കിൽ ആ തേജസ്സിൽ എടുക്കപ്പെടുന്ന ഒരു മണവാട്ടിയായി എന്നെ ഒരുക്കണം കർത്താവെ. ആ ഒരു ആഗ്രഹത്തോടുകൂടി ഇരിക്കുന്ന വ്യക്തികൾക്ക് ഈ ദൈവവചന കേൾവി അനുഗ്രഹമാണ്. ഇവിടെ പറയാണ്, സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ആദ്യം തന്നെ മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്ന എല്ലാം ആരും അറിയുന്നുണ്ട്? എല്ലാ പരിപാടികളും അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയുന്നല്ലോ, നമ്മൾ ചെയ്യുന്നതിൻ്റെ പിമ്പിലുള്ള ഉദ്ദേശവും ദൈവത്തിന് അറിയാം. പിടികിടുന്നുണ്ടോ? ഹല്ലേലൂയ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഉൾപ്പുകൾ അറിയുന്നു. അപ്പൊ ഇവിടെ പറയാം, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. അയ്യോ, അവിടെ പ്രശ്നമുണ്ടല്ലോ. ഇത് ആരോട് പറഞ്ഞിരിക്കുന്ന? സഭയോടല്ലേ പറഞ്ഞേ? സഭയിലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ മരിച്ചിരിക്കാന്ന് പറയണേ. അപ്പൊ പ്രശ്നമുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ പറയാണ്, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്. അത് ആരാ പറയുന്നത്? കർത്താവ് പറയുന്ന പേരല്ല, മറ്റു പലരും പറയാണ് ഭയങ്കര സംഭവമാണെന്ന്. ഒരു കാര്യമില്ല. ഇവിടെ പറയാണ്, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. പക്ഷെ കർത്താവ് പറയാ, ഉണർന്നുകൊള്ളുക. അതാണ് കർത്താവ് പറയുന്നത്.
ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതല്ല നമ്മൾ കേൾക്കേണ്ടത്. കർത്താവ് എന്തു പറയുന്നു? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരുമല്ല, സ്വർഗത്തിലെ ദൈവം പറഞ്ഞേ. മനസ്സിലാവുന്നുണ്ടോ? സ്വർഗത്തിലെ ദൈവം അങ്ങനെ പറഞ്ഞെങ്കിൽ അതിനർത്ഥം പിതാവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം പുത്രൻ ജീവിച്ചു എന്നാ അതിനർത്ഥം. അപ്പൊ നമ്മളെ നോക്കി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും ഒരു കഥയില്ല. പറയേണ്ടവൻ പറഞ്ഞില്ല എങ്കിൽ ഒരു കാര്യമില്ല. അപ്പൊ ഇവിടെ പറയണു ഉണർന്നു കൊള്ളുക. സമയമുണ്ടെന്ന് പറഞ്ഞതിനർത്ഥം ഇനിയുണ്ട്, സമയമുണ്ട്. ഇപ്പോ ഇതാണ് സുപ്രസാദ സമയം, ഇതാണ് രക്ഷാദിവസം. ഇപ്പോൾ സമയമുണ്ട് നമുക്ക് യഥാസ്ഥാനപ്പെടുവാൻ, മനസ്സ് പുതുക്കുവാൻ, രൂപാന്തരപ്പെടുവാൻ. എവിടെയൊക്കെയാണ് കുറവുകളുള്ളത് പറഞ്ഞു തീർക്കുവാൻ, കൊടുത്തു തീർക്കുവാൻ, കടങ്ങളെ ക്ലിയർ ആക്കുവാൻ, ബന്ധങ്ങളെ ക്ലിയർ ആക്കുവാൻ. എവിടെയൊക്കെ കെട്ടപ്പെട്ട് കിടക്കുന്നത് അതൊക്കെ ക്ലിയർ ആക്കണം. കയ്പും പകയും വെറുപ്പും വിദ്വേഷമൊക്കെ വെച്ചിട്ട് കർത്താവ് വരുമ്പോൾ പോകുമെന്ന് പറഞ്ഞാൽ പോവില്ല കേട്ടോ, പോത്തൊന്നുമില്ല. ഞാനിതിൽ മുമ്പ് വന്നപ്പോഴൊക്കെ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. സഹോദരൻ അറിയാം, നമ്മൾ വചനം അത് അങ്ങനെ തന്നെ പറയത്തുള്ളൂ. അത് കൂട്ടത്തിലെ കുറയ്ക്കുക. അതിന്റെ സമയം ഇനിയുള്ള സമയം എന്ന് പറയുന്നത് വചനത്തിനോടുള്ള ദാഹമാണ്. ഭക്ഷണത്തിനുള്ള വിശപ്പല്ല, വെള്ളത്തിനുള്ള ദാഹവുമല്ല. എൻ്റെ വചനത്തിനോടുള്ള വലിയ ദാഹത്തെ ഞാൻ അയക്കും. അതാ ഉണർവ്. അത് യഥാസ്ഥാനപ്പെടും ആളുകള്. അതിനുള്ളൊരു ദാഹം വരുമ്പോൾ അത് കിട്ടാനില്ല ഇന്ന്. ഹല്ലേലൂയ. അന്ന് വചനം ദുർലഭമായിരുന്നു പറയാം. കാരണം വചനം അതുപോലെ പറയുവാൻ ആളുകളില്ല. പറയേണ്ടത് എല്ലാവരും എന്ത് ചെയ്യുക? വ്യാജത്തിൽ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയെ ഉണർത്തുകയാണ്. ദൈവവചനത്തിൽ കൂടി നീ യഥാസ്ഥാനപ്പെടണം. നീ തേജസ്സിനായി ഒരുങ്ങണം. നിന്റെ കുടുംബത്തെ ഒരുക്കണം, നിന്റെ മക്കളെ ഒരുക്കണം, നിന്റെ ഭാര്യ ഒരുക്കണം. വലിയ ഉത്തരവാദിത്ത ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നത്. കണക്ക് കൊടുക്കണം എല്ലാത്തിൻ്റെയും. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്വമുണ്ട്. നോഹയ്ക്കും കുടുംബത്തിനും ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നോഹ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി പെട്ടകം പണിതു. ഹല്ലേലൂയ. ഭാര്യയോടല്ല പെട്ടകം പണിയാൻ പറഞ്ഞത്, ഭർത്താവിനോടോ പെട്ടകം പണിയാൻ പറഞ്ഞത്. കൃത്യതയോടുകൂടെ പെട്ടകം പണിതു. എല്ലാവരും ചിലപ്പോൾ ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാവും ആൾക്കെന്തോ വട്ടാണെന്ന്. വചനത്തിന് വേണ്ടി ഓടുന്നു, വചനം പറയുന്നു, വചനത്തോട് കൂട്ടുചേർക്കാതെ നടക്കുന്നു. നോഹ എങ്ങനെ പെട്ടകം പണിതത്? തനിക്ക് തോന്നിയതുപോലെയാണോ? അല്ല, പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ അതുണ്ടാക്കണം. കൃത്യതയോടുകൂടെ അതുണ്ടാക്കി. പ്രളയത്തിൽ എല്ലാവരും നശിച്ചു പോയെങ്കിലും അല്പജനം എന്ന് വെച്ചാൽ 8 പേർ. ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എത്ര ലക്ഷം ജനം ഉണ്ടായെന്ന് അറിയോ നിങ്ങൾക്ക്? 8 പേർ. മിസ്രൈമിൽ നിന്നും എത്ര ലക്ഷം ജനങ്ങളാണ് വന്നത്? 2 പേർ, യോശുവയും കാലേബും. പിന്നെ ആ 40 വർഷത്തെ മരുഭൂ പ്രയാണത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളല്ലാതെ ഒരൊറ്റെണ്ണം കടന്നില്ല അങ്ങോട്ട്. ഇതൊക്കെ നമ്മളോട് പറഞ്ഞിട്ടാണ് വചനം പറയുന്നത്. ഈ കാലഘട്ടത്തിൽ കൃപയാൽ ഒരു ശേഷിപ്പുണ്ട്, ശേഷിപ്പ്. ഹല്ലേലൂയ. കൃപയാൽ ശേഷിപ്പാണെങ്കിൽ അതിനോടൊന്നും കൂട്ടേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ കൃപയാണ്. കർത്താവ് ഇതിന്റെ കൃപ എൻ്റെ മേൽ പകരണമേ. കർത്താവെ, അങ്ങയുടെ ആഗ്രഹപ്രകാരമുള്ള ഒരു മണവാട്ടിയായി എന്നെ ഒരുക്കണം കർത്താവെ. ആ കറയും ചുളുക്കവും മാലിന്യവും വാട്ടവും ഒന്നുമില്ലാത്തൊരു മണവാട്ടിയായി. കുറവുകളുണ്ട് കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാം, നീ എന്നെ സഹായിക്കണമേ എന്നൊരു വ്യക്തി ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചാൽ കർത്താവ് തള്ളിക്കളയത്തില്ല. 100% ഞാൻ പറയുന്നു, കർത്താവ് തള്ളിക്കളയത്തില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹം കർത്താവിനറിയാം. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മളെ പണിതെടുക്കും. അപ്പോൾ ഇവിടെ പറയണം, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു, ഉണർന്നുകൊള്ളുക. എന്നിട്ട് പറയാ, ചാവാറായ ശേഷിപ്പുകളെ എന്ത് ചെയ്യണം? ശക്തീകരിക്കണം. അപ്പൊ അവിടെ ഇവിടേക്ക് എന്തൊക്കെയോ ജീവനുണ്ട്, പക്ഷെ അതാകെ പോയി കിടക്കുക. എന്താ കാരണം? എങ്ങനെ ശക്തി ലഭിക്കും ഒരു വ്യക്തിക്ക്? എങ്ങനെ ശക്തി ലഭിക്കുന്നത്? ഇവിടെ ശക്തീകരിക്കുക എന്ന് പറഞ്ഞില്ല. എങ്ങനെ ശക്തി ലഭിക്കുന്നത്? ഹല്ലേലൂയ. അത് പറയണമെങ്കിൽ ഇനിയിപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. 4-ാം അധ്യായം 1-ാം വാക്യം. അവിടെ പറയണ, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പരീക്ഷകൻ എന്ത് ചെയ്തു? അവന്റെ അടുക്കിലേക്ക് വന്നു, പരീക്ഷിച്ചു. ആ പരീക്ഷയിൽ യേശു കർത്താവ് എന്ത് ചെയ്തു? വചനം പറഞ്ഞവരെ ജയിച്ചു. വചനത്തിൽ കൂടിയാണ് പരീക്ഷകളെ ജയിച്ചത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വചനം ഐശ്വര്യമായ സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. എന്നിരുന്നാൽ മാത്രമേ പരീക്ഷ ജയിക്കാൻ പറ്റത്തുള്ളൂ.
ആ പരീക്ഷയെല്ലാം യേശു കർത്താവ് ജയിച്ചപ്പോൾ അവിടെ പറയാണ് 4:14 വാക്യം, ലൂക്ക് 4:14. ആ കണ്ടോ, ശ്രദ്ധിക്കണേ, ആത്മാവിന്റെ ശക്തിയോടെ ഗലീലേക്ക് മടങ്ങിച്ചെന്നു. 4:1 എങ്ങനെയാ പറയുന്നത്? 4:1 എന്താ വായിച്ചേ? ശ്രദ്ധിക്കണം, നിങ്ങൾ വാക്യം ശ്രദ്ധിക്കണം. ഇവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. രാവും പകലും നമ്മൾ വചനം കേൾക്കുന്നു, ദൈവദാസൻ പ്രസംഗിക്കുന്നു, നിങ്ങളത് കേട്ട് 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 വചനം കേട്ട് നിറയാണ് പരിശുദ്ധാത്മാവിന്. പക്ഷേ ഈ നിറവ് ശക്തിയാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിവിധ സാഹചര്യങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകണം. ഇവിടെയാണ് എല്ലാവരും വീണു പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മളെ ശക്തീകരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? വ്യക്തികളുമായി അടികൂടുന്നു. കുടുംബത്തിൽ വഴക്ക്, ഭാര്യ ഭർത്താവായിട്ട് വഴക്ക്, അവിടെ വഴക്ക്, ഇവിടെ വഴക്ക്, കയ്പും പകയും വെറുപ്പൊക്കെ വെച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ തിരിച്ചറിയണം, ഈ നിറഞ്ഞ നിറവിനെ ശക്തീകരിക്കുവാൻ വേണ്ടി, ശക്തിയാക്കുവാൻ വേണ്ടി ദൈവം എന്താ ചെയ്യുന്നത്? പരീക്ഷകനയക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ പരീക്ഷകൻ പല വ്യക്തികളിൽ കൂടിയേ വരിക, സാഹചര്യങ്ങളിൽ കൂടിയേ വരിക. അവിടെ നമ്മൾ ദൈവവചനത്തെ മുറുകെ പിടിച്ചാൽ അവിടെ നിങ്ങൾ ജയിക്കുക മാത്രമല്ല, ആ നിറവ് ശക്തിയായി തീരും. ഹല്ലേലൂയ. ഇവിടെ പറയണം, ഉണർന്നു കൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന എന്താ? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിത ദൈവം. അപ്പോൾ ഇവിടെ പറയാ, നീ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനൊരു പൂർണ്ണതയില്ല. മനസ്സിലാവുന്നുണ്ടോ? എല്ലാത്തിനും അതിൻ്റെ ഒരു പൂർണ്ണതയുണ്ട്. യേശു കർത്താവ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൃത്യതയോടുകൂടെ ചെയ്യുന്ന കാണാനായിട്ട് സാധിക്കും. യേശു പറയുന്നുണ്ട്, ഞാൻ സ്വയമായി ഒന്നും ചെയ്യുന്നില്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. കേട്ടോ, ഇതിന് വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. എനിക്ക് സ്വയമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു വീണ്ടും ജനനം, യഥാർത്ഥ വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇനി അവനല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ആത്മാവിലേക്ക് വന്ന് അവന്റെ ആത്മാവിനെ ദൈവവചനത്തിന്റെ അനുസരണത്തിൽ കൂടി നടത്തുമ്പോൾ, കണ്ടോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവവചനവും ചേർന്നേ പോകത്തുള്ളൂ. പലർക്കും ഈ ആത്മാവിനനുസരിച്ച് നടക്കാൻ ഇങ്ങനെ അറിയത്തില്ല. പല നമ്മളത് കേട്ടു ഇത് കേട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കേൾക്കുന്നൊന്നുമല്ല, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ കൂടിയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നത്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് നമ്മുടെ തോന്നലുകളുണ്ടാവും, നമുക്ക് പലതും കേട്ടിട്ടുണ്ടാവും, നമുക്ക് പല അനുഭവങ്ങളുണ്ടാവും. അനുഭവങ്ങളും തോന്നലുകളും അല്ല, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനത്താലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നത്. ഇതാണ് ഈ ആത്മാവിനനുസരിച്ച് നടക്കാൻ പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്തിനാ വന്നത്? പരിശുദ്ധാത്മാവ് വന്നില്ലേ? പരിശുദ്ധാത്മാവിനെ തന്നില്ലേ? എന്തിനാ തന്നത്? ആരെ പറഞ്ഞു? ആ ശകലം സത്യമല്ല, സകല സത്യത്തിലും. കണ്ടോ, പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുക? തന്നെ താൻ ഉയർത്തുവോ? ഇല്ല. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിനനുസരിച്ച് നടക്കുന്ന ഒരു ശുശ്രൂഷകൻ, ശുശ്രൂഷക്കാർ, പാട്ടുകാർ, അവരെന്ത് ചെയ്യും? തന്നെ താൻ ഉയർത്തുവോ? ഇല്ല. ആരെ ഉയർത്തും? പരിശുദ്ധാത്മാവ് എല്ലായ്പ്പോഴും യേശുവിനെ ഉയർത്തും. ഹല്ലേലൂയ. ജ്ഞാനം ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ശുശ്രൂഷക്കാർ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കണം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? യേശുവിനെയാണ് ഉയർത്തേണ്ടത്. അതാണ് പരിശുദ്ധാത്മാവിലുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത്. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം നൽകും. വരുവാനുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് അറിയിച്ചു തരും. കണ്ടോ, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത്. അപ്പൊ പ്രാപിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അനുസരിച്ചില്ല എന്നാ പ്രശ്നം. ശ്രദ്ധിക്കണ്ടോ നിങ്ങള്? ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പറയുന്നത്? ഹല്ലേലൂയ. അപ്പൊ പ്രാപിക്കാത്തതിന്റെ പ്രശ്നമല്ല, കേൾക്കാത്തതിന്റെ പ്രശ്നമല്ല. വചനം ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തിനാ വചനം കേൾക്കുന്നത്? എന്തിനാ വചനം കേൾക്കുന്നത്? എന്തിനാ വചനം കേൾപ്പിക്കുന്നത്? വചനം കേൾക്കുന്നത് അനുസരിക്കാൻ വേണ്ടിയിട്ടാ. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, ബാക്കി കേട്ടില്ല.
എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നില്ല. അപ്പൊ കർത്താവെ കർത്താവെ എന്ന് വിളിച്ചോണ്ട് കാര്യമില്ല. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. എന്തിനാ വചനം വായിക്കുന്നത്? നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു, അവ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. പക്ഷെ ജീവൻ പ്രാപിക്കാൻ എൻ്റെ അടുക്കിലേക്ക് വരുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. മനസ്സിലായോ? നമ്മൾ വചനം വായിക്കുന്നത് എന്തിനു വേണ്ടിയാ? ജീവൻ പ്രാപിക്കാൻ വേണ്ടിയാ. കുത്തിയിരുന്ന് വായിക്കുന്നത് എന്തിനു വേണ്ടിയാ? അത് അനുസരിക്കണം. അനുസരിക്കേണ്ട സമയത്ത് നമ്മൾ അതിനെ ഒഴിഞ്ഞു മാറിപ്പോയാൽ, യേശു കർത്താവ് പറഞ്ഞില്ലേ, തുരുത്തി പൊട്ടി വീഞ്ഞൊഴുകിപ്പോയതുപോലെയാവും. ഞാനിപ്പോൾ വായിച്ച വചനം മത്തായിയുടെ സുവിശേഷത്തിലാണ്. എല്ലായിടത്തും പറയാൻ സമയമില്ല. വീട്ടിൽ ഇനി വായിക്കുമ്പോൾ നിങ്ങളത് ക്ലിക്ക് ചെയ്യും. ഇനി നിങ്ങളെ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അതിൽ നിത്യജീവനുണ്ട്. കണ്ടോ? അവ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. പക്ഷേ ജീവൻ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം. കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്കിലേക്ക് പോവാ. ഞാനും എങ്ങനെയാ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക? എങ്ങനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ പറ്റുക? വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി മാത്രമേ ചെല്ലാൻ പറ്റത്തുള്ളൂ. ഓരോരോ വചനവും നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക ചെയ്യുന്നത്. ഓരോരോ വചനത്തിൻ്റെ അനുസരണം. ഏത് എപ്പോൾ അനുസരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല. ഞാൻ പറഞ്ഞു, മനസ്സിലായോ? കഴിഞ്ഞൊരു ദിവസം ഞാൻ ഒരു സ്ഥാപനത്തിലോട്ട് പോയപ്പോൾ ഒരു സെക്യൂരിറ്റി വണ്ടി അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് ഇറങ്ങി ഇങ്ങനെ വന്ന് കുറേ നടന്നു, നല്ല വില ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അവിടുന്ന് വണ്ടി എടുത്ത് അങ്ങോട്ട് കൊണ്ടുവിടാൻ പറഞ്ഞു. അപ്പം നമ്മളവിടെ വണ്ടി ഇടാൻ പോകുന്ന ആൾ കണ്ട അല്ലേ? ഇനി നമ്മൾ തിരിച്ചു ചെന്ന് അവിടെ ഇടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോർമലി നമ്മൾ ചൂടാവും അല്ലേ? പക്ഷെ അവനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അധികാരമുണ്ട് അവിടെ. ആ അധികാരത്തിന് നമ്മൾ കീഴ്പ്പെടണം. നമ്മൾ തിരിച്ചു ചെന്ന് എന്ത് ചെയ്യണം? അതിട്ട് വരണം. ഒരു വചനത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു അവസരമായിരുന്നു അത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രാവശ്യം, ഞാൻ എൻ്റെ കാര്യം പറയുന്നത് കുഴപ്പമില്ല, ഒരു പ്രാവശ്യം ഇതുപോലെ പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെട്ട് ഞാൻ ഒരു കടയിലോട്ട് കയറിപ്പോയി. കടയിലോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥത. ഞാൻ തിരിച്ചു വന്ന് ഞാൻ ആളോട് പറഞ്ഞു, സോറി, ക്ഷമിക്കണം, ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഞാൻ തിരിച്ചു വന്ന് അയാളോട് സോറി പറഞ്ഞ് തിരികെ പോയി. ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പലപ്പോഴും ഇതൊക്കെ വലിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യാൻ പാടില്ല? എന്ത് ചെയ്യാൻ പാടില്ല? ദുഃഖിപ്പിക്കരുത്. കുടുംബജീവിതത്തില് ഭാര്യയും ഭർത്തൃബന്ധത്തിൽ ഒരു ചെറിയ കാര്യം പറയുമ്പോഴേക്കും നമുക്കൊരു അസ്വസ്ഥത വരുന്നില്ലേ? ഇല്ല, ഒന്നും ഇല്ല, ഒരു കുഴപ്പമില്ല. കല്ലുപോലെയാ എല്ലാവരും. അതെന്തുകൊണ്ടെന്നുണ്ടെങ്കിൽ ഈ കല്ലുപോലെ ആയതുകൊണ്ടാണ്. കർത്താവ് പറഞ്ഞു, നിന്റെ കല്ലുപോലുള്ള ഹൃദയത്തെ ഞാൻ മാറ്റി മാംസളമായ ഹൃദയം തരാന്ന് പറഞ്ഞത്. ഇത് മനം തയമ്പിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു നിവൃത്തിയില്ല. പക്ഷെ ഒരു ചെറിയ വാക്ക് നമ്മളൊന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മുറിപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എത്രമാത്രം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? നിന്ദിക്കരുത്. പരിശുദ്ധാത്മാവിനെ എതിർക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയും. ദൈവസാന്നിധ്യം വിട്ടുപോകും. ഒരിക്കലും അതിന് ഇടപെടുക്കരുത്. കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ വചനവും ചേർന്നങ്ങ് വരും. ഹല്ലേലൂയ. അങ്ങനെ ആ വചനം അനുസരിക്കുമ്പോൾ നാം പോലും അറിയാതെ നമ്മളുടെ ഉള്ളിൽ ക്ലെൻസിങ് നടന്നുകൊണ്ടിരിക്കും. ഭയങ്കര സന്തോഷമായിരിക്കും. ഹല്ലേലൂയ. നല്ല ബലമായിരിക്കും. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ പറ്റും. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ നമുക്ക് നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് ചോദിക്കുന്നൊരു ജീവിതം ജീവിക്കണം നമ്മൾ. ഞാൻ ചുമ്മാ പറയുന്നൊന്നുമല്ല. എൻ്റെ കുറവുണ്ടെങ്കിൽ പറയണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും എനിക്ക് ഞാൻ പാപിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെ എങ്ങനെ പോകുന്നത് നമ്മളെ അല്ലെ? ഒരു കുഞ്ഞിൻ്റെ അടുത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞ് വന്ന് ഇപ്പം ഈ കീബോർഡ് വായിക്കുന്ന പയ്യൻ ഒരു 2 വർഷം 3 വർഷം മുമ്പ് കണ്ടേ പോലെ എല്ലാം വായിക്കുന്നത്. ഇപ്പം കത്തിക്കല്ലേ ആള്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അവനത് പ്രാക്ടീസ് ചെയ്ത് വരിക. ഇതുപോലെ തന്നെയാണ് ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ദൈവവചനത്തിന്റെ അനുസരണത്തിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത്? വളർന്ന് വരികയാണ്. അപ്പൊ ഇവിടെ പറയാം, അതിനെ നമ്മളെ സഹായിക്കുന്ന എന്തുവാ? നീ കേട്ടത്. കണ്ടോ? ആകയാൽ നീ പ്രാപിക്കുകയും. പലപ്പോഴും നമ്മൾ പ്രാപിച്ചിട്ടുണ്ട്. എങ്ങനെ പ്രാപിക്കുന്നത്? ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിന്റെ ജീവൻ നമ്മളിലേക്ക് ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് നമ്മുടെ അകത്തുള്ള ഭാരം അങ്ങ് മാറിപ്പോകുന്നു.
നിരാശ മാറിപ്പോകുന്നു, ദുഃഖം മാറിപ്പോകുന്നു, വേദനകൾ ഇല്ലാതെയാകുന്നു. ആ വചനത്തിന്റെ ജീവനെ ഞാൻ എന്ത് ചെയ്തു? പ്രാപിച്ചതായി പറയുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇതൊക്കെ മറന്നുപോയി. ഒരു വിഷയം വന്ന വശം പഴയ സ്വഭാവം വരികയാണ്. പക്ഷെ ഇവിടെ പറയാണ്, അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ജീവൻ നഷ്ടപ്പെട്ടു പോയി. ഇവിടെ പറയാ, ഉണർന്നുകൊള്ളുക. നീ കേട്ടതൊക്കെ അടിയിൽ മറഞ്ഞു കിടപ്പുണ്ട്. ഹല്ലേലൂയ. അതൊരിക്കലും നമുക്ക് ന്യായവിധിക്ക് കാരണമാകരുത്. കാരണം നിങ്ങൾ കേട്ട വചനങ്ങളെല്ലാം എന്ത് ചെയ്യും? ന്യായവിധി ദിവസത്തിൽ ഈ കണക്ക് കൊടുക്കുന്നതിനെല്ലാം അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ വെച്ച് ദൈവം നിങ്ങൾ എന്ത് ചെയ്യും? ന്യായം വിധിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനത്തിന്റെ അനുസരണത്തിൽ കൂടി നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ പറ്റും. അന്ന് കർത്താവ് നടത്തിയെങ്കിൽ ഇന്നും നടത്തും. ഹല്ലേലൂയ. അല്ലേ? കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ദൈവത്തിന് ഗതിഭേദത്താൽ എന്ത് സംഭവിക്കുന്നില്ല? ആച്ഛാദനം സംഭവിക്കുന്നില്ല. ദൈവത്തിന് മാറ്റമില്ല. ഹല്ലേലൂയ. കർത്താവ് കരുതുമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ബോഷ്ക്ക് പറയാൻ അവൻ മനുഷ്യരല്ല. മനസ്സിലാവുന്നുണ്ടോ? ബോഷ്ക്ക് പറയത്തില്ല ദൈവം. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ഉവ്വ് എന്നും ആമേനെന്നും. പലപ്പോഴും ഈ വാഗ്ദത്തങ്ങൾ പലതും നമുക്ക് ലഭിക്കാത്തതിന്റെ കാരണമെന്ന് പറയുന്നത് നമ്മൾ പലതിലും യഥാസ്ഥാനപ്പെടാത്തതുകൊണ്ടാണ്. അവസ്ഥയല്ല, വ്യവസ്ഥയാണ് ദൈവം നോക്കുന്നത്. അവസ്ഥയിലേക്ക് അറിയുന്നില്ലല്ലോ, കർത്താവ് എങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു കാര്യമില്ല. ഇനി കരഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമല്ല. ഒരു സഭയിലേക്ക് വന്ന ഒരു വ്യക്തി, വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തി, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇനി കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, യഥാസ്ഥാനപ്പെടണം, മനസ്സ് പുതുക്കണം. ഹല്ലേലൂയ. ദിവ്യ സ്വഭാവത്തിലേക്ക് കയറി വരണം. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. വെറുതെ പറയുന്നൊന്നുമല്ല. കർത്താവിന്റെ വചനം അങ്ങനെ തന്നെ പറയുന്നത്. ബാലസിംഹങ്ങൾ ഇരകെട്ടെന്ന് പറഞ്ഞാലും കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് മുടക്കം വരത്തില്ല. ക്ഷാമകാലത്ത് നിന്നെ ക്ഷേമമായി പോറ്റും. മുന്നേ അവന്റെ രാജ്യം നീതി അന്വേഷിച്ചതോടെ കുറച്ച് എന്തെങ്കിലും തരാന്നാണോ പറഞ്ഞേ? സകലതും. ഹല്ലേലൂയ. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. നമ്മളൊരു പ്രശ്നം വരുമ്പോഴല്ലേ അറിയുന്നേ. നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയുന്നു. ഭാരങ്ങൾ വരില്ല എന്നൊന്നുമല്ല. നമ്മളെല്ലാവരും മനുഷ്യരാ, അല്ലേ? കർത്താവിന്റെ കൂടെ നടന്ന എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട്, തളർന്നു പോയി. പക്ഷേ അതിൻ്റെ ഒക്കെ നടുവില് ഇതുവരെ നടത്തിയ കർത്താവിനെയും നടത്തുമെന്നുള്ളൊരു ബോധ്യമാണ്. അതാ നീ പ്രാപിച്ചതെന്ന് പറഞ്ഞു. ഇതുവരെ നമ്മൾ നടത്തിയില്ലേ കർത്താവ്? ഓരോ നടുവിൽ നടത്തിയില്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മളെക്കാൾ ശ്രേഷ്ഠരായ എത്രയോ പേർ ലോകത്ത് മാറ്റപ്പെട്ടു പോയി. നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളും നമ്മൾ ദൈവം നടത്തിയത് ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, കാലിനെ വീഴ്ചയിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്നൊക്കെ വിടുവിച്ചില്ലേ? ഹല്ലേലൂയ. ആ കർത്താവ് എത്രയോ വിശ്വസ്തനാണ്. അപ്പം വിശ്വസ്തനാണ് ആ കർത്താവ്, മതിയാവനാണ്. അപ്പൊ നമ്മൾ ഒരു വിഷയം വരുമ്പോൾ പിറകിലേക്ക് തിരിഞ്ഞു നോക്കണം. മനസ്സിലാവുണ്ടോ? ഇസ്രായേൽ മക്കളെ പോലെ എന്ത് ചെയ്യരുത്? പിറുപിറുക്കരുത്. ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം പിറുപിറുപ്പ്. മനസ്സിലാവുന്നുണ്ടോ? പിറുപിറുക്കരുത്. നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രത്യേകിച്ചും ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ, അതാണ് രണ്ടുപേരെ ഐക്യമെന്ന് വേണം പറയുന്നത്. ഞാൻ പറയട്ടെ, ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതാ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുക, അതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അല്ല, എൻ്റെ കർത്താവ് മതിയായവനാണ്. ഇപ്പോൾ ഭാര്യയാണ് തളർന്നിരിക്കുന്നതെങ്കിൽ ഭർത്താവ് ഭാര്യയെ ബലപ്പെടുത്തണം. ഭർത്താവ് ചിലപ്പോൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയണം. എന്ത് പറയണം? നമ്മുടെ കർത്താവ് ഇതുവരെ നടത്തിയില്ലേ? അച്ഛാ, എന്തിനാ വിഷമിക്കണേ? ഇതുവരെ നടത്തിയ കർത്താവ് ഇനി നടത്തുമെന്നൊന്ന് പറഞ്ഞു നോക്കിയേ. അത് കേൾക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ദൈവം പ്രവർത്തിക്കുന്നതാണ്. ഞാൻ വെറുതെ പറയുന്നൊന്നുമില്ല. കാരണം നമ്മുടെ കൊച്ചു കണ്ണുകൊണ്ട് കാണുന്ന പോലെയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ഇല്ലാത്തതിന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിയുന്നതാണ് നമ്മുടെ ദൈവം. അതതിന്റെ പ്രത്യേകത. നമ്മൾ കണ്ടിട്ടില്ല. അയ്യോ, എങ്ങനെ ഇല്ലാത്തതിന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തും. 10 അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്ന് ചെങ്കടന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മോശ പോലും പതറിപ്പോയി. എന്ത് ചെയ്യുന്നു വിചാരിച്ചിട്ട്. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാ ദൈവം. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഇത് വിശ്വസിക്കണം നമ്മൾ. ദൈവവചനം അനുസരിച്ചുകൊണ്ട് നടക്കുകയും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം എന്തൊക്കെ ചെയ്യുമെന്ന് ഇതുവരെ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ വെറുതെ പറയുന്നതല്ല. ദൈവം തന്റെ മഹത്വം ഒരു വ്യക്തികൾക്കും വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് ദൈവത്തിന്റെ മഹത്വമാണെന്ന് പറഞ്ഞ് പലരും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവം തന്റെ മഹത്വം ഒരു വ്യക്തികൾക്കും വിട്ടുകൊടുക്കത്തില്ല. തന്റെ മഹത്വം അവൻ വെളിപ്പെടുത്തും.
ഹല്ലേലൂയ. ആ മഹത്വത്തിന്റെ മുമ്പിൽ ഒരു വ്യക്തികൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. സമാഗമന കൂടാരം ഉണ്ടാക്കിയപ്പോൾ ദൈവത്തിന്റെ തേജസ് അവിടെ വന്നിറങ്ങിയപ്പോൾ അവിടെ ഒരാൾക്ക് പോലും ശുശ്രൂഷിക്കാൻ പറ്റിയില്ല. ആ തേജസ് അവിടെ വന്നിറങ്ങിയപ്പോൾ, ശലോമോൻ ദേവാലയം പണിതപ്പോൾ ദൈവത്തിന്റെ തേജസ് അവിടെ വന്നിറങ്ങിയപ്പോൾ അവിടെ ഒരാൾക്കും ശുശ്രൂഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദൈവ തേജസ് വന്നിറങ്ങിയത്. ഇന്ന് അവന്റെ ശരീരമാകുന്ന നമ്മൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആലയമാണ് നമ്മൾ. ദൈവവചനാനുസരണത്തിൽ കൂടി ജീവിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും ദൈവം പകരുന്നത് തേജസ്സാണ്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാൻ വേണ്ടിയാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അല്ലാതെ ഇവിടത്തെ ഒന്നിനു വേണ്ടിയിട്ടല്ല പ്രിയമുള്ളവര്. ഇവിടേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകത്തില്ല. ഹല്ലേലൂയ. എത്രയോ ആയിരക്കണക്കിന് കോടിയുള്ള ആസ്തിയുള്ളവരൊക്കെ അതേ ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് മറഞ്ഞു പോകുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പിൻ. ഹല്ലേലൂയ. ഇതൊക്കെ ദൈവവചന കേട്ടോ. ഹല്ലേലൂയ. അപ്പോ ഇവിടെ പറയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല, ആകയാൽ നീ പ്രാപിക്കുകയും, അടുത്തത്, കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുക. ഈ വചനങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി പിന്നെ ധ്യാനിക്കണം. ഓർത്ത് എന്ത് ചെയ്യണം? ഓർത്ത് കാത്തുകൊള്ളണം. പലതും കാത്തുകൊണ്ടില്ല, അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ജീവനില്ലാതെ ആയിപ്പോയത്. കാക്കണം, വചനത്തെ മുറുകെ പിടിക്കണം, വചനം അനുസരിക്കണം, വചനത്തിനോട് കൂട്ടരുത്, വചനത്തെ കുറയ്ക്കരുത്. എന്തിനാ പേടിക്കുന്നത്? ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും നമ്മളോട് കൂടെയുണ്ട്. കർത്താവ് കൂടെയില്ലെങ്കിൽ എന്നാ കാര്യം? ഒരു കാര്യമില്ല. പക്ഷെ ആരും നമ്മളോട് കൂടെയില്ലെങ്കിലും കർത്താവ് നമ്മളോട് കൂടെയുണ്ടെങ്കിൽ, ഹല്ലേലൂയ, യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി സകലതും നൽകി തന്നവൻ, ആ പുത്രനോട് കൂടെ നിങ്ങൾക്ക് ആവശ്യമായത് എല്ലാം നൽകി തരാതിരിക്കുമോ? ഞാൻ ഈ ആവശ്യമായതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിനെ സമ്പത്തിലേക്ക് കൊണ്ടുപോകരുത് ദയവേത്. കാരണം നമുക്ക് സമ്പത്ത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. പണം കൊണ്ട് ഒന്നും പ്രയോജനമൊന്നുമില്ല. ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് സ്വസ്ഥതയും സമാധാനവും സന്തോഷമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. സ്വസ്ഥതയും സമാധാനവും സന്തോഷവും, അതാണ് ദൈവം നമുക്ക് നൽകുന്നത്. നമ്മുടെ മനസ്സിന് ആശ്വാസം, ശരീരത്തിന് സൗഖ്യം, വിടുതൽ, ഇതെല്ലാം കർത്താവ് നൽകാൻ മതിയാവനാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകി തന്നവൻ, ആ പുത്രനോട് കൂടെ നമുക്ക് ആവശ്യമായത് എല്ലാം എന്ന് പറയുമ്പോൾ നമ്മളുടെ മാനസികവും ശാരീരികവും ആത്മീയവും ബൗദ്ധികവുമായ എല്ലാ ആവശ്യങ്ങൾക്കും ദൈവം മതിയാവണം. അത് വിശ്വസിക്കണം നമ്മൾ. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുക. അടുത്തത്, മാനസാന്തരപ്പെടുകയും ചെയ്യുക. അപ്പോൾ ഈ മാനസാന്തരം എന്ന് പറയുന്നത് ഒരൊറ്റ പ്രാവശ്യം സംഭവിക്കേണ്ട കാര്യമല്ല, ഓരോ ദിവസവും ഇതുണ്ടാവണം. പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, എനിക്ക് അറിയാം. നിങ്ങൾ വിളിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാണോ? ആരെങ്കിലും സ്നാനപ്പെടാത്തവരുണ്ടോ ഇതിലെ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടവരല്ല എല്ലാവരും? സ്നാനപ്പെട്ട എല്ലാവരും ആരെ ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നേ? അത് സംഭവിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. ഓർക്കുക, നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി. പൗലോസ് പറഞ്ഞല്ലോ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. നിങ്ങളിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. കാരണം അപ്പൊ വചനം കേൾക്കുമ്പോൾ നമ്മളെ തന്നെ ക്ലെൻസ് ചെയ്ത് എവിടെയൊക്കെയാണ് ശരിയാവേണ്ടതെന്ന് വെച്ചാൽ ശരിയായാൽ നമുക്ക് കൊള്ളാം. നമ്മൾ കണക്ക് കൊടുക്കേണ്ടത്. വേറെ ആർക്കും ഒരാളെ സഹായിക്കാൻ പറ്റില്ല. വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്ന സമയം ഞാൻ ചുമ്മാ പറയുന്നൊന്നുമല്ല, ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല, പേടിപ്പിക്കാൻ പറയുന്നുമല്ല. കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്ന ഒരു സമയത്താണ്. അതിനെ നീട്ടാനും കുറയ്ക്കാനും ഒക്കെ കർത്താവിന് സാധിക്കും. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം, അവൻ കള്ളനെ പോലെ വരും അല്ലേ? കള്ളം പറഞ്ഞിട്ടാണോ വരുന്നേ? ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ വരും പറഞ്ഞിട്ടാണോ വരുന്നേ? പെട്ടെന്ന് മിന്നൽ ആകാശത്ത് വിളങ്ങുന്നത് പോലെ കർത്താവിന്റെ വരവ് വരും. നിലച്ചിരിക്കാത്ത നാഴികയിൽ. കണ്ടോ, ഇതൊക്കെ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ. അപ്പോൾ ഏത് സമയത്ത്, ആ സമയത്തൊന്നും ഓടിപ്പോയി വിശുദ്ധി പ്രാപിക്കാനൊന്നും പറ്റുമോ? അന്ന് പോയിട്ട് ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ ആവരുത്. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ വിളക്കോടുകൂടെ എണ്ണയെടുക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വചനത്തിന്റെ അനുസരണത്തിൽ കൂടി നടന്ന് എന്ത് ചെയ്യണം? ആ ഒരു പൂർണ്ണതയിലേക്ക് വരണം എന്ന് പറയുന്നത്. ആ സമയത്ത് പോയിട്ട് വിശുദ്ധിയും വചനം കേൾക്കാനും ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ഒന്നും പറ്റത്തില്ല. ഇപ്പോൾ ഇതാകുന്നു സുപ്രസാദ സമയം. ഇപ്പോൾ ഇവിടെ പറയാണ്,
ഞാനൊരു വാക്യം പറഞ്ഞല്ലോ, ഏതായിരുന്നു? ഹല്ലേലൂയ. ഞാനൊരു വാക്യം വായിക്കാന്ന് പറഞ്ഞില്ലായിരുന്നോ? 1 പത്രോസ്, യെസ്. 1 പത്രോസ് അതിന്റെ 3-ാം അധ്യായം 14-ാം വാക്യം. മനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ തുടർമാനമായിട്ട് ഉണ്ടാവേണ്ടതാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക. ആരെങ്കിലും ചിന്തിക്കുകയാണ്, ഞാൻ യേശുവിനെ സ്വീകരിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഇനി ഒരു കുഴപ്പമില്ല, കർത്താവ് വന്നാൽ പൂവെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പൂത്തൊന്നുമില്ല കേട്ടോ. ഓരോ ദിവസവും വിശുദ്ധിയിലും വേർപാടിലും വളരണം. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഈ മാനസാന്തരം എന്ന് പറയുന്നത് എവിടേക്കാണ് പ്രശ്നങ്ങൾ ഉള്ളതെന്ന് ദൈവവചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും. അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യണം. ഇവിടെ പറയണം, പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 3:14 ഒന്ന് വായിച്ചേ. ക്രിസ്തുവിനെ ശ്രദ്ധിക്കണം, അതാണ് അതിന്റെ അവസാനം. ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിക്കണം. എന്താ പറഞ്ഞാൽ അർത്ഥം? എന്ന് പറഞ്ഞാൽ ക്രിസ്തു കർത്താവല്ലാത്ത ഒത്തിരി മേഖലകൾ എല്ലാവരുടെ ഉള്ളിലുണ്ട്. മനസ്സിലായില്ല? യേശുവെ നീ എന്റെ കർത്താവ് എന്ന് പറഞ്ഞിട്ടല്ലേ രക്ഷിക്കപ്പെട്ടത്. പക്ഷെ ഇപ്പോഴും കർത്തൃത്വം നടത്തുന്നത് നമ്മൾ തന്നെയല്ലേ പലപ്പോഴും. പക്ഷെ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തും, ഇന്ന മേഖലകളിൽ നീ എന്ത് ചെയ്യണം? സമർപ്പിക്കണം. ഇന്ന മേഖലകളിൽ നീ നിന്നെ തന്നെ സമർപ്പിക്കണം. ആ മേഖലയിൽ നിന്റെ ജീവിതത്തിൽ ഇപ്പോഴും നീ തന്നെയാണ് നീ കർത്തൃത്വം നടത്തുന്നത്. അവിടെ എനിക്ക് കർത്താവായി വാഴുവാനായി നീ എന്ത് ചെയ്യണം? സമർപ്പിക്കണം. നിങ്ങളുടെ ഹൃദയങ്ങളിൽ യേശുവിനെ കർത്താവായി വിശുദ്ധീകരിക്കണം. കണ്ടോ, അവിടെ മേഖലയിൽ സമർപ്പിച്ചിട്ടില്ല എന്നേ പറഞ്ഞതിനർത്ഥം. അവിടെ എപ്പോഴും നമ്മുടെ സ്വയം ഇരിക്കുന്നെങ്കിൽ, ഞാനെന്ന ഭാവമുണ്ടെങ്കിൽ അവിടെ ഹൃദയം കഠിനപ്പെട്ടു പോകും. എന്നാൽ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കും. മനസ്സ് പുതുക്കുമ്പോൾ ജീവന്റെ സമൃദ്ധി ഉണ്ടാവും. അല്ലെ? മനസ്സാവുന്നുണ്ടോ? ഹല്ലേലൂയ. എന്നിട്ട് അപ്പോ നമ്മൾ വചനം കേൾക്കുമ്പോൾ ഈ മാനസാന്തരപ്പെടാൻ പറഞ്ഞത് ഓരോ ദിവസവും ഓരോ സാഹചര്യങ്ങളുടെ നടുവിലും നമ്മൾ മാനസാന്തരപ്പെടണം, മനസ്സ് പുതുക്കണം, നമ്മൾ ഏറ്റുപറയണം, കാര്യങ്ങളെ ക്രമപ്പെടുത്തണം, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാനായിട്ട് ഉത്സാഹിക്കണം. ഇങ്ങനെ നിരവധി വാക്യങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ പറയാണ് നീ ഓർത്ത് മാനസാന്തരപ്പെടുകയും ചെയ്യുക. ഇനി പറയാ, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. കണ്ടോ, നീ ഉണരാതിരുന്നാൽ കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞതിന് അർത്ഥം എന്തുവാ? ഈ പറയുന്ന ഒരളവിലേക്ക് നമ്മൾ കയറി വന്നില്ല എങ്കിൽ കർത്താവ് കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞത് സഭയ്ക്ക് വേണ്ടിയിട്ടാ. പക്ഷെ ഈ വരവ് ഉണരാതിരുന്നാൽ അവന്റെ മേൽ, കണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങളൊക്കെ? നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. കണ്ടോ? ഹല്ലേലൂയ. അപ്പോ നമ്മളുടെ ഉത്തരവാദിത്വം, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം മനസ്സ് പുതുക്കി യഥാസ്ഥാനപ്പെട്ട് നമുക്ക് എന്തുവാ ഉള്ളത്? നമ്മൾ എന്തിനാ ഹൃദയം കഠിനപ്പെടുത്തിയിരിക്കുന്നത്? ഒരു നിമിഷം കൊണ്ട് തീരാവുന്ന എത്രയോ പ്രശ്നം ഉണ്ടെന്ന് അറിയാമോ? ഞാൻ വെറുതെ പറയുന്നതല്ല. ഒന്ന് താണാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പലതും. മറ്റുള്ളവരെ ഒന്ന് ശ്രേഷ്ഠനെന്ന് എണ്ണിയാൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. കുടുംബജീവിതത്തിലേക്ക് എന്തോരം പ്രശ്നങ്ങളായിപ്പോ ഈ നാളുകളിൽ. ഒന്ന് പറഞ്ഞ് രണ്ടിനെ ഡൈവോഴ്സാ. ദൈവവചനം എന്ത് കൃത്യതയോടുകൂടി ഓരോ കാര്യങ്ങളും വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഭവനം സ്വർഗീയ ഭവനമായി തീരും. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഭവനമാവും. സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ ആ പിതാവിൻ്റെ സന്നിധിയിൽ എല്ലാവരും ചേർന്ന് ഐക്യം. എന്ത് രസമുള്ള, അതാണ് സ്വർഗീയ ഭവനം എന്ന് പറയുന്നത്. അത് ഈ ഭൂമിയിൽ നടക്കാതെ എങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകും? നിങ്ങൾ പറയും, എനിക്ക് മനസ്സിലാവുന്നില്ല. ഭവനത്തെ പണിയണം, ഭവനത്തിൽ ഐക്യത ഉണ്ടാകണം. വഴക്കും പിണക്കും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കർത്താവ് കാണുന്നുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല. ക്ഷമ പറയേണ്ടത് ക്ഷമ പറയണം, ഏറ്റു പറയേണ്ടത് ഏറ്റു പറയണം. പല രോഗങ്ങളും അതോടുകൂടെ തന്നെ വിട്ടുമാറും. കാരണം ഉള്ളിൽ കയ്പും പകയും വെറുപ്പൊക്കെ നിറഞ്ഞിരുന്നാൽ പലവിധമായി അശുദ്ധാത്മാക്കൾ ദണ്ഡിപ്പിക്കും ഒരൊറ്റ നിമിഷം. അല്ലേ? നിനക്ക് ആരോടെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അവനിങ്ങോട്ട്, അല്ലേ, അവനിങ്ങോട്ട് വരാന്നല്ലേ പറഞ്ഞേ? അല്ല, അങ്ങോട്ട് ചെന്ന്, അതാണ് ദൈവം കാണിച്ചെന്നത്. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ട്, ക്ഷമിക്കണം കേട്ടോ എന്നൊന്ന് പറഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ. നമ്മൾ വിചാരിക്കാം ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലെന്നേ. ദൈവവചനത്തിന് അനുസരണത്തിനായി നിങ്ങൾ സമർപ്പിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാവും. പലവിധമായ അനുഗ്രഹങ്ങൾക്കും തടസ്സം നമ്മൾ തന്നെയാണ്. എന്നിട്ട് പ്രാർത്ഥിച്ചാൽ പല കെട്ടുകൾ അഴിയത്തില്ല. ഹല്ലേലൂയ.
നമ്മൾ ക്ലിയർ ചെയ്യണം, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തണം. ഇല്ലെങ്കിൽ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. തുറന്നു പറയാണ്, എങ്കിലും ഉടുപ്പ് മലിനമാക്കാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. അപ്പോൾ ഇത് സർദീസിലെ സഭ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ, ഒരു പ്രാദേശിക സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത്. സർദീസ് എന്ന് പറയുന്ന സഭയല്ല കേട്ടോ. അപ്പോ ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം അനുസരിച്ച് നടക്കുന്ന ഒരു കൂട്ടം എല്ലാ കാലയളവിലുണ്ട്. ശ്രദ്ധിക്കണം നിങ്ങൾ. ഏലിയാ പറഞ്ഞില്ലേ, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ കർത്താവ് എന്താ പറഞ്ഞേ? ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് പറഞ്ഞു അതിനുശേഷം? അങ്ങനെയെങ്കിൽ കൃപയാൽ ഈ കാലഘട്ടത്തിലും ഒരു ശേഷിപ്പുണ്ട്. കണ്ടോ? ആ ശേഷിപ്പ് മറഞ്ഞിരിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞോ. എങ്കിലും ഉടുപ്പ് മലിനമാക്കാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ഉടുപ്പ് ധരിക്കും, അല്ലെ? അവർ എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. എന്ന് പറഞ്ഞതിന് അർത്ഥം എന്തുവാ? ഇന്ന് ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ച് ജീവിച്ചവരാണ് ഇവർ. വെള്ള ഉടുപ്പ് ധരിച്ച് നടക്കും എന്ന് പറഞ്ഞതിന് അർത്ഥം വെള്ള തയ്ച്ചിട്ട് നടക്കുന്ന അർത്ഥത്തിലല്ല. എന്നോട് കൂടെ വെള്ള ധരിക്കും എന്ന് പറഞ്ഞതിനർത്ഥം തേജസ്സുള്ള കർത്താവിനോട് കൂടെ തേജസ്സുള്ള മക്കളായി തീരുമെന്ന് പറഞ്ഞതിനർത്ഥം. അത് മനസ്സിലാക്കണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം വായിക്കണം. യാക്കോബും യോഹന്നാനും പത്രോസും കൂടി, അല്ലെ, മലയിലേക്ക് പോയി യേശു കർത്താവിന്റെ വസ്ത്രം ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്ത വെണ്മയുള്ളതായി തീർന്നു. അതാ പറഞ്ഞത് വെളുപ്പെന്ന്, തേജസ്. അല്ലാതെ ഇന്ന് ഇവിടെ വെള്ള ഷർട്ട് ഇട്ട് നടക്കുന്ന കാര്യമല്ല പറയുന്നേ. തേജസ്സുള്ള വ്യക്തിയായിട്ട് അകത്തായി ഇത് നടക്കുന്നത് തേജസ്കരണം. ഇന്ന് എത്രത്തോളം തേജസ് പ്രാപിക്കുന്നുണ്ടെന്ന് എങ്ങനെ അറിയാം? ഒരു വ്യക്തിക്ക് എത്രത്തോളം തേജസ് ഉണ്ടെന്ന് എങ്ങനെ അറിയാം? എങ്ങനെ അറിയുന്നേ? ഹല്ലേലൂയ. നമ്മളുടെ സ്വഭാവമാണ് അത് വെളിപ്പെടുത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ സ്വഭാവം. ഒരു നല്ല ഭാര്യയ്ക്ക് വേണ്ടുന്ന ക്വാളിറ്റിയാണ് ഭാര്യയുടെ തേജസ്. ഒരു ഭർത്താവ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഭർത്താവിൻ്റെ തേജസ്. ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണമെന്ന് വ്യക്തമായി വചനത്തിൽ മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിക്കാതെ നടന്നിട്ട് തേജസ് പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ പ്രാപിക്കത്തില്ല. ഒരു സംശയം വേണ്ട. ആരാണെങ്കിലും ദൈവത്തിന് എന്തില്ല? മുഖപക്ഷമില്ല. മനസ്സിലാക്കണം. ഒരു നല്ല ഭർത്താവാകാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് വചനത്തിൽ പറയുന്നുണ്ട്. ഇത് മനസ്സിലാക്കി ഒരു സ്ത്രീ ആദ്യം മനസ്സിലാക്കണേ, ഞാനൊരു സ്ത്രീയാണ്, എന്നെ ദൈവം സ്ത്രീയായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ആദ്യം അംഗീകരിക്കണം. ഇന്നത് അംഗീകരിക്കുന്നില്ല. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു സ്ത്രീ സ്ത്രീയാണെന്ന് അംഗീകരിച്ചാൽ തന്നെ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? ഭാര്യയുടെ തല ആരാന്ന് പറഞ്ഞ ഭർത്താവാണ്. തല മാറിയാൽ എന്തായിരിക്കും അവസ്ഥ? പറ. ഭാര്യയുടെ തല ഭർത്താവ്, ഭർത്താവിന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം, സഭയുടെ തല ക്രിസ്തു. ഈ ഓർഡർ തെറ്റിയാൽ എല്ലാം തെറ്റും. ഒന്നിൽ തെറ്റിയാൽ സ്ഥലം തെറ്റും. മനസ്സിലായോ? ഹല്ലേലൂയ. ഈ ഓർഡർ കറക്റ്റ് ആണെങ്കിൽ, കാരണം ഇത് കൃത്യതയോട് കൂടിയാണെങ്കിൽ ഈ സഭയുടെ തല ക്രിസ്തുവാണ് എന്ന് പറഞ്ഞാൽ ഈ ഭാര്യയും ഭർത്താവും മക്കളും അമ്മയപ്പനും എല്ലാവരും ഈ വചനത്തിന്റെ അനുസരണത്തിൽ കൂടി ഒരു ജീവിതം ജീവിച്ച് അവരാണ് ഈ സഭയിലേക്ക് കൂടി വരാൻ വരുന്നത്. മനസ്സിലായോ? ഈ പറയുന്നതൊന്നും പുറത്ത് നടക്കാതെ ഇവിടെ വന്ന് ക്രിസ്തു തലയാണെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. ഞാൻ നിങ്ങളെ കുറിച്ച് അങ്ങനെ ഇതായിട്ട് പറയല്ല കേട്ടോ, ഞാൻ സഭയെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതേ ഇതിൽ അതിനെ മനസ്സിലാക്കിയെടുക്കണം. മുന്തിരിവള്ളി ശാഖയിൽ വസിക്കുന്ന ഒരു ജീവിതം, അല്ലാണ്ട് ഇവിടെ വന്നിട്ടുള്ള 2 മണിക്കൂറോ 3 മണിക്കൂറോ പരിപാടിയല്ല ഇത്. മുന്തിരിവള്ളി ശാഖയിൽ വസിക്കുന്ന ഒരു അനുഭവം. ഒരു നിമിഷം പോലും ഇത് മാറിയിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് മനസ്സിലാക്കുന്ന ഒരു ഭാര്യ, അവൾ തേജസ്സുള്ളവളായി തീരും. അവൾ ഭവനം പണിയും. ജ്ഞാനമുള്ളവൾ പണിയുന്നു. പരിജ്ഞാനം കൊണ്ട് അതിൻ്റെ മുറികൾ അലങ്കരിക്കപ്പെടുന്നു. ഈ ജ്ഞാനവും പരിജ്ഞാനവും ഇല്ലെങ്കിലോ എപ്പോ പൊളിച്ചെന്ന് വെച്ചാൽ മതി. പല ഭവനങ്ങളും ഇങ്ങനെയല്ലേ പൊളിക്കപ്പെടുന്നേ. നമ്മൾ വചനം കേൾക്കാത്തൊന്നുമല്ല. ഇപ്പം ഞാനിതൊക്കെ പറയുമ്പോൾ വചനം കേൾക്കാത്തൊന്നുമല്ല നമ്മുടെ പ്രശ്നം. യഥാസ്ഥാനപ്പെടുന്നില്ല.
ഭയങ്കര ഈഗോയാ ഈ നാളുകളിൽ ഏറ്റവും കൂടുതൽ. അയ്യോ, എത്ര കേസുകളാണ്. കാരണം പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് വെച്ച് അങ്ങ് ഇറങ്ങിയിരിക്കുക, നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട്. പ്രിയമുള്ളവര്, വളരെ ശ്രദ്ധയോടുകൂടെ പോയില്ലെങ്കിൽ, കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ പോലും തെറ്റിക്കുന്ന ഒരു കാലയളവിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യതയോടുകൂടി ജീവിക്കണം. ഭവനം പണിയണം. വ്യക്തിപരമായിട്ട് നമ്മൾ ജീവിതത്തെ നോക്കണം. ഞാനൊരു നല്ലൊരു ഭാര്യയാണോ? ഞാൻ നല്ലൊരു ഭർത്താവാണോ? എൻ്റെ ഭാര്യയെ കുറവുകളോട് സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? എൻ്റെ ഭർത്താവിനെ എനിക്ക് കീഴ്പ്പെട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ? ബഹുമാനിക്കാൻ പറ്റുന്നുണ്ടോ? അനുസരിക്കാൻ പറ്റുന്നുണ്ടോ? സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ഭയപ്പെടാൻ പറ്റുന്നുണ്ടോ? ഭാര്യയെക്കുറിച്ച് പറഞ്ഞ കാര്യം പറയുന്നത്. കുറവുകളോട് ഭർത്താവ് സ്നേഹിക്കണം. മക്കൾ അമ്മയപ്പന്മാരെ അനുസരിക്കണം. മക്കൾ അമ്മയപ്പന്മാർക്ക് വിധേയപ്പെടണം. നന്മയും ദീർഘായുസും ഉണ്ടാകാൻ വേറെ ഒന്നും ചെയ്യേണ്ട. എന്ത് ചെയ്താൽ മതി? അമ്മയപ്പന്മാരെ അനുസരിച്ചാൽ മതി. ഹല്ലേലൂയ. ഇതൊക്കെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ പറയാണ്, അവർ എന്നോട് കൂടെ നടക്കും, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവൻ്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ പറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളുടെ വചനം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനമാണല്ലോ. അത് വ്യക്തി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുമല്ലോ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ, ഉണരാതെ ഇപ്പോഴും ഉറക്കം നടിച്ചു കിടക്കുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ, ചാവാറായ ശേഷിപ്പുകളുണ്ടെങ്കിൽ, കേട്ട പല വചനങ്ങളും മാനസാന്തരത്തിലേക്ക് നയിക്കാതെ, അതതിൻ്റെ പ്രവൃത്തി ചെയ്യാതെ തുരുത്തി പൊട്ടി വീഞ്ഞൊഴുകിപ്പോകുന്ന അനുഭവം ഉണ്ടായെങ്കിൽ, ഇന്ന് പകൽ കർത്താവേ, സകല ആത്മാക്കളുടെയും ഉടയവനാണല്ലോ ദൈവമേ, അങ്ങ് ഹൃദയത്തെ അറിയുന്നല്ലോ കർത്താവേ. നീ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് നഥനയേലിനോട് പറഞ്ഞ പോലെ, കർത്താവ്, ഞങ്ങൾ എവിടെ ആയിരുന്നെന്നും ഏത് അവസ്ഥയിലായിരുന്നെന്നും ഇപ്പോൾ ഞങ്ങൾ എന്ത് അവസ്ഥയിലാണ് ആയിരിക്കുന്നതെന്നൊക്കെ അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ള കർത്താവെ നീ അറിയുന്നല്ലോ. ദൈവമേ, നിന്റെ ഓരോ മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവെ. ഹൃദയത്തിൽ യേശുവിനെ കർത്താവായി വിശുദ്ധീകരിപ്പാനായി, നിന്റെ വചന ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ ഹൃദയത്തിൽ വസിക്കുവാനായി, ഓരോ ഭവനങ്ങളും സ്വർഗീയ ഭവനങ്ങളായി തീരുവാനായി, തമ്മിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കീഴ്പ്പെടുകയും അനുസരിക്കുകയും ചെയ്യുന്ന സ്വർഗീയ ഭവനങ്ങളായി ഓരോന്ന് തീരുവാനായി, ഞങ്ങളുടെ വരവിങ്കൽ കർത്താവെ ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും തേജസ് പ്രാപിക്കുവാനായി എല്ലാവരും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നോട് കൂടെ കർത്താവെ സ്വർഗത്തിലും ഭൂമിയിലും വസിക്കുന്ന അങ്ങ് ഒരുക്കിയിരിക്കുന്ന 1000 ആണ്ട് വാഴ്ചയിൽ അങ്ങയുടെ കൂടെ കർത്താവെ ഭൂമിയിൽ വാഴുന്നൊരു അനുഭവത്തിലേക്ക്, പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും അങ്ങയോട് കൂടെ വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകരുത് കർത്താവെ. അത് 100 മേനി ഫലം പ്രകടിപ്പിക്കാൻ കർത്താവ് സഹായിക്കണം. ആളുമാറിയവരെ പോലെ എല്ലാവരെയും മാറ്റണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ.